ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളിച്ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ജീവിതാനുഭവങ്ങൾ പങ്കിടുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞതുപോലെ ദൈവം ചെയ്തതായ വലിയതോ ചെറുതോ ഏതുമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം അതെല്ലാം വർണ്ണിക്കുവാൻ ഒന്നും മറക്കാൻ പാടില്ല എന്ന് ദൈവവചനത്തിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ അനുഭവിച്ച ദൈവിക ഇടപെടലുകളൊക്കെ നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2017 ഞങ്ങൾ ബീഹാറിൽ നിന്നും നാട്ടിലേക്ക് എത്തി. അന്ന് എനിക്കുണ്ടായിരുന്നത് ഒരു പഴയ വീടായിരുന്നു. ഷീറ്റൊക്കെ ഇട്ട 2 മുറിയും ചെറിയൊരു ഹാളുമുള്ള ഒരു പഴയ വീട്. ആ വീടൊന്ന് പൊളിച്ചു പണിത് ഒരു പുതിയ വീട് വെക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ കയ്യിൽ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം പത്രം നോക്കുമ്പോൾ സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി എന്ന പേരുള്ള ഒരു ഭവന പദ്ധതിയെക്കുറിച്ച് ഞാനിങ്ങനെ പത്രത്തിൽ വായിക്കുക. ഞാനതിൻ്റെ അപേക്ഷ ഫോം പഞ്ചായത്തിൽ പോയി വാങ്ങി ഞാൻ അപേക്ഷ ഫില്ല് ചെയ്ത് കൊടുത്തു. എനിക്ക് ആ വർഷത്തെ ഭവന പദ്ധതിയിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തി. ലൈഫ് മിഷൻ പദ്ധതിക്കൊരു പ്രത്യേകതയുണ്ട്. 4-5 ഗഡുക്കളായിട്ടാണ് ഈ പൈസ നമുക്ക് തരുന്നത്. പണിത് കാണിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് തരും. അങ്ങനെ ഘട്ടങ്ങളിലായി പണിത് വാർക്ക ലെവലിൽ വരെ എത്തി. ഇനിയുള്ളത് വാർക്കയാണ്. ഏകദേശം ഒരു 70,000 രൂപയോളം അതിൻ്റെ ചിലവ് വരുന്നുണ്ട്. അതിൻ്റെ മെറ്റീരിയൽസ് തന്നെ അത്രയും പൈസ ചിലവാകും. എൻ്റെ വീടിനടുത്തുള്ള എനിക്ക് പരിചയമുള്ള ഒരു സിമെൻറ്റ് കടക്കാരനാണ് ചേട്ടന്. അദ്ദേഹം പറഞ്ഞു, സിമെൻറ്റൊക്കെ തരാം, പാർപ്പൊടിയും തരാം, മെറ്റലും തരാം, പൈസ കിട്ടുമെന്ന് തന്നാൽ മതി. ഇനിയുള്ളത് കമ്പിയുടെ കാര്യമാണ്. എൻ്റെ വീട് പണിയുന്ന മേസ്തിരിയോട് ഞാൻ പറഞ്ഞു, ഒരാൾ സിമെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തന്നെ മെറ്റലും പാറപ്പൊടിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും കമ്പിയുടെ കാര്യം മാത്രമേ ഉള്ളൂ, അതും ദൈവം ഒരുക്കിക്കുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ തട്ടടിച്ചോളം പറഞ്ഞു. അങ്ങനെ വാർക്കയ്ക്കുള്ള തട്ടടി ഏകദേശമൊക്കെ തീരാറായി. പക്ഷെ അപ്പോഴും കമ്പിയുടെ കാര്യം ഒരു അനിശ്ചിതാവസ്ഥ നിൽക്കുക. ഞാൻ പലരോടും സഹായം ചോദിച്ചു, പക്ഷേ ആരുടെയും കയ്യിലുണ്ടായിരുന്നില്ല. അന്ന് രാവിലെ മേസ്തിരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പക്ഷേ തട്ടടിച്ച് അങ്ങനെ ഇടാൻ പറ്റത്തില്ല, അത് പലകയ്ക്ക് കേടാണ്, അത് മാത്രമല്ല വാടകയും കൂടും, അതുകൊണ്ട് അധികം താമസിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ കമ്പിയുടെ കാര്യം ശരിയാക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ കൂടെ പല പരിചയക്കാരുടെ മുഖശ ഓടി വന്നു, പലരുടെയും പേരുകൾ ഓർത്തു. പെട്ടെന്നാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ചെങ്ങന്നൂർ IPCയിൽ ഒരു സാമെന്ന് പേരുള്ളൊരു കോൺട്രാക്ടർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് മൂശാരിക്കവലയിൽ എവിടെയാണെന്നറിയാം. അദ്ദേഹത്തെ പോയി ഒന്ന് കാണാൻ അന്ന് രാവിലെ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ മൂശാരിക്കവല ബസ് ഇറങ്ങിയാൽ അല്പം താഴോട്ട് നടന്ന് അവിടെ അടുത്ത് കൃപ എന്ന് പേരുള്ളൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലെ മാനേജറോട് ഞാൻ ചോദിച്ചു, ഇവിടെ അടുത്ത് പെന്തക്കോസുകാരനായ ഒരു കോൺട്രാക്ടർ, അദ്ദേഹത്തിന് ഒരു സാമെന്നാണ്, താമസം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം തന്നെ മോനെ വിളിച്ചിട്ട്, മോനെ ആ സാമങ്ങളുടെ വീട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ആ കടക്കാരൻ്റെ മോനാണെന്ന് തോന്നുന്നു, ഒരു പയ്യന് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട്, അവന് 6-ലോ 7-ലോ പഠിക്കുന്ന ഒരു പയ്യനാണ്. അവൻ എന്നെ മുറ്റത്തോട്ട് കൊണ്ടുപോയിട്ട്, അങ്കിളെ തണ്ട അത് നോക്ക്, ഒരു ടവർ കണ്ടോ, BSNL ഒരു ടവർ എന്നെ കാണിച്ചു, ടെലഫോണിൻ്റെ ടവർ. ആ ടവറിന് അവിടുന്ന് രണ്ടാമതിരിക്കുന്ന വീടാണ് സാമങ്കിളിനെ എന്നിങ്ങനെ പയ്യൻ പറഞ്ഞിട്ട് അവന് അകത്തോട്ടം കയറിപ്പോയി. ഞാൻ ആ ഹോട്ടലിൽ അവിടെ നിന്ന് നടന്ന് ഈ ടവറിൻ്റെ അടുത്തെത്തി. അവിടുന്ന് പയ്യൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ജീപ്പുണ്ട്, ഒരു കാറും കിടപ്പുണ്ട്. ഞാൻ പോയി കോളിംഗ് ബെൽ അടിച്ചു. ഉടനെ അകത്തുനിന്നൊരു ചോദ്യം, ആരാ? ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഇത് സാമെന്ന് പറഞ്ഞ ആളുടെ വീടാണോ? അതെ, സാമിൻ്റെ വീടാ, കയറിയിരിക്കേ. ഞാൻ പതുക്കെ കഥ തുറന്ന് കിടക്കുകയായിരുന്നു, അകത്ത് കയറിയിരുന്നു. പറയേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിൽ കൂടി ഇങ്ങനെ ചിന്തിച്ചു വെച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തല തോർത്തിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരിക. അദ്ദേഹത്തെ കണ്ടതും പെട്ടെന്ന് ഞാൻ അമ്പരന്ന് പോയി. ഞാൻ ഇരുന്ന സ്ഥലത്തും ചാടി എഴുന്നിട്ട്, കാരണം എനിക്ക് പരിചയമുള്ള ആളല്ല. അതുകൊണ്ട് ചോദിച്ചു, ആരാ, എന്ത് വേണം? ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ എനിക്ക് ആള് തെറ്റിപ്പോയി, ഞാൻ ഇവിടെ അടുത്തൊരു സാമിനെ കാണാൻ വന്നതാ. ഉടനെ അദ്ദേഹം പറയാണ്, എൻ്റെ പേര് സാമെന്നാ, ഒരു കോൺട്രാക്ടർ സാമുണ്ട്. ഉടനെ അദ്ദേഹം കൊണ്ട് പറയാം, ഞാനും കോൺട്രാക്ടറാ. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ എനിക്ക് ആള് തെറ്റിപ്പോയി, ഒരു പെന്തക്കോസ്ത് സഭയിൽപ്പെട്ട ഒരു സാമാണ്. ഉടനെ അദ്ദേഹം പറയാം, ഞാനും പെന്തക്കോസ്ത് സഭയിൽപ്പെട്ട ആളാ. ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് ആള് തെറ്റിപ്പോയി, എനിക്ക് പരിചയമുള്ളൊരു സാമൻ, നല്ല കറുത്ത ഒരാളാണ്, ഇച്ചിരി വണ്ണമുള്ള ആളാണ്, അദ്ദേഹം IPC ചെങ്ങന്നൂർ സഭയിലെ മെമ്പറാ എന്നിങ്ങനെ പറഞ്ഞു. ഉടനെ അദ്ദേഹം പറയൂ, അത് ആ സാമാണോ? അദ്ദേഹം ആ മൂശാരിക്കോല താഴെ കൃപ ഹോട്ടലിന് അപ്പുറത്തൊരു ടയർ കടയുണ്ട്, ആ ടയർ കടയ്ക്ക് താഴെയായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്, അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തായാലും വന്നതല്ലേ, ഒരു വാക്ക് പ്രാർത്ഥിച്ചിറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം, അല്ലല്ല അങ്ങനെ തിരക്ക് പിടിക്കണ്ട, എന്താ വന്നതിൻ്റെ ഉദ്ദേശം, എന്താ പേരെന്തുവാ? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് സാബു എന്നാണ്, ഞാൻ ബീഹാറിലായിരുന്നു, ഇപ്പം നാട്ടിൽ വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാ സാമിനെ അന്വേഷിക്കുന്നത്? ഞാൻ പറഞ്ഞു,
എനിക്ക് ചെറിയൊരു വീടാണ് ഉണ്ടായിരുന്നത്. ലൈഫ് മിഷന്റെ ഒരു വീടിന്റെ പദ്ധതിയിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തി. അങ്ങനെ ഇപ്പോൾ വാർക്ക് ലെവൽ വരെ എത്തിയിരിക്കുകയാണ്. തട്ടടിച്ച് തുടങ്ങി. ഒരാൾ സിമെന്റും പാറപ്പൊടിയും മെറ്റലും ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും കമ്പിയുടെ കാര്യമാണ് ഉള്ളത്. അതുകൊണ്ട് എൻ്റെ പരിചയക്കാരനാണ് ഈ സാം എന്ന് പറയുന്ന ഈ കോൺട്രാക്ടർ. അദ്ദേഹത്തെ കണ്ട് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിക്കോട്ടെ ചോദിച്ചു. ഓക്കെ, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് എന്തായാലും എൻ്റെ വീട്ടിൽ വന്നതല്ലേ, ദിവസം നമ്പർ തരാൻ പറഞ്ഞു. ഞാൻ എൻ്റെ നമ്പർ അദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഈ കൃപ ഹോട്ടലിൻ്റെ മാനേജരെ പോയി കണ്ടു. ഇവിടുന്ന് പറഞ്ഞു വിട്ട ആളല്ല, അത് വേറൊരു സാമാണ്. എനിക്ക് കാണേണ്ട സാമ് ചെങ്ങന്നൂർ IPCയുടെ സാമാണ്. ഉടനെ അദ്ദേഹം പറയാം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തൊട്ട് താഴെയാണല്ലോ, ആ മോന് തെറ്റിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചെങ്ങന്നൂർ IPCയിലെ എനിക്ക് പരിചയമുള്ള ആ സാമിൻ്റെ വീട്ടിലൂടെ നടന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് സാം ബ്രദർ അവിടെ ഇല്ല. ഞാൻ ഉച്ചയായപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ മേസിർ പറയാ, പാസ്റ്ററെ ഇനിയും കമ്പ്യൂട്ടർ കിട്ടിയാൽ മതി, തട്ടടി കഴിഞ്ഞു കേട്ടോ, നാളെ തന്നെ കമ്പി കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ നമുക്ക് കമ്പിയുടെ പണി ആരംഭിക്കാം എന്നിങ്ങനെ പറയുക. ഞാൻ അദ്ദേഹത്തോട് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം വിചാരപ്പെട്ടു പോയിരുന്നു. എങ്കിലും കർത്താവിന് സ്തോത്രം ചെയ്തു. ദൈവം എത്രത്തോളം കരുതിയില്ല, എത്രയൊന്നും കരുതുമെന്ന് ഞാൻ വിശ്വസിച്ചു. 5 മണിയായപ്പം എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, സാബു പാസ്റ്റർ അല്ലേ? അതെ, കുന്നന്താനത്തെ സാബു പാസ്റ്റർ, ബീഹാറിൽ നിന്ന് വന്ന ആള്. അതെ. ഞാൻ ചോദിച്ചു, ആരാ ഇത്? എൻ്റെ പേര് സാം എന്നാണ്, മൂശാരി കവല ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ മെമ്പറാണ്. മറന്നുപോയോ? ഇല്ലില്ല, മറന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് പ്രൈസിലോട് പറഞ്ഞു. ഉടനെ അദ്ദേഹം എന്നോട് പറയാണ്, പാസ്റ്റർ ഞാൻ അങ്ങോട്ട് വരിക, എനിക്ക് ആ വഴി ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ കാറിൽ വന്ന് എൻ്റെ വീട്ടുമുറ്റത്തിറങ്ങി. എന്നിട്ട് അദ്ദേഹം ഈ വീടിൻ്റെ അളവൊന്ന് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിനോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീടിൻ്റെ മുകളിൽ കയറി വാർക്കയുടെ മുകളിൽ കൂടെ നിന്ന് എത്രത്തോളം കമ്പി വേണമെന്ന് അദ്ദേഹം ഇങ്ങനെ നോക്കി. എന്നിട്ടൊരു പേപ്പറിനകത്ത് കുറിച്ച് വെച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, മേളാമ്പറമ്പിൽ എന്ന് പറഞ്ഞൊരു സിമെന്റ് കട മല്ലപ്പള്ളിയിലുണ്ട്, അവിടെ കൊണ്ടുവന്ന് ഈ കുറിപ്പ് കൊടുത്താൽ മതി, പാസ്റ്റർക്ക് ആവശ്യമുള്ള കമ്പി അവിടുന്ന് തരും എന്നിങ്ങനെ ആ സാം എന്ന് പറഞ്ഞ ആ സഹോദരൻ പറയുകയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, കാരണം കർത്താവിൻ്റെ വലിയൊരു കരുതലായിരുന്നത്. എനിക്കറിയാവുന്ന സാം അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആ കടക്കാരൻ്റെ മോൻ അറിയാവുന്ന സാമിൻ്റെ അടുക്കിലേക്ക് എന്നെ പറഞ്ഞു വിട്ടത്. ആ സാമിന് എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് സാം എന്നാണ്. അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹം ഒരു ബന്ധക്കോസുകാരനാണ്. ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് എനിക്ക് വഴിതെറ്റിപ്പോയെങ്കിലും ദൈവം അതെല്ലാം അനുഗ്രഹമായി മാറ്റുകയായിരുന്നു. അന്ന് വൈകിട്ട് തന്നെ പോയി ഞാൻ കമ്പി എടുത്തു. അടുത്ത ദിവസം തന്നെ കമ്പിപ്പണി ആരംഭിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ നിലയിൽ അത് വാർക്കുവാനും കർത്താവ് കൃപ തന്നു. ഈ ലോകത്തിലെ വീട് പണിയുടെ കാര്യം മാത്രമല്ല കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട്, കൂടാരമായ നമ്മുടെ ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായൊരു നിത്യമായൊരു കെട്ടിടം അത് കർത്താവ് ഒരുക്കി കാത്തിരിക്കുക. ദൈവമക്കളെ, കർത്താവിൻ്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് സ്വർഗീയ പാർപ്പിടം നമുക്ക് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മാവേലിക്കരയിൽ ഭവന സന്ദർശനം നടത്തുന്ന കൂട്ടത്തിൽ ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരു പാസ്റ്റർ അദ്ദേഹം എന്നോട് പറയുക, ഇന്നലെ രാത്രി മോനെ ഞാനൊരു സ്വപ്നം കണ്ടു മോനെ, എൻ്റെ വീടിന് ഒരു ദൂതം വന്ന് പെയിന്റ് അടിക്കുക, സ്വർഗത്തിൽ എൻ്റെ വീടിന് ദൂതം വന്ന് പെയിന്റ് അടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോകാൻ സമയമാണെന്ന് അദ്ദേഹം പറയുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് ഒരുക്കുന്ന നിത്യഭവനത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായി ജീവിപ്പാൻ തക്കൊണം കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കാഹളങ്ങൾ ധ്വനിക്കാറായി. മരിച്ചുപോയ സകല വിശുദ്ധന്മാരും എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ശരീരങ്ങളിൽ രൂപാന്തരം പ്രാപിച്ച് നിത്യഭവനത്തിൽ നമ്മൾ ചേർക്കപ്പെടുന്ന സുദിനം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായ നിത്യമായൊരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാർ മാത്രമല്ല, നമ്മളെല്ലാവരും അതേക്കുറിച്ച് വെളിപ്പാടുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.